വേദിയിലെ മറ്റൊരു നല്ലൊരു മാതൃകയാണ് നമ്മുടെ പയ്യന്നൂർ സോൾജേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള കുടിവെള്ള വിതരണ കേന്ദ്രം. നമ്മുടെ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്ന സൈനികരാണ് ഈ ഒരു ക്ലബിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇവിടെ കുടിവെള്ളം നൽകുന്നത് അവരുടെ ഭാര്യമാരാണ്. അവരുടെ വളയിട്ട കൈകൾ കൊണ്ട് അവര് സ്നേഹത്തോടുകൂടി ദാഹജലം ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും വെള്ളം കൊടുക്കാനുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഈ ഒരു സെന്റർ, കുടിവെള്ള സെന്റർ വലിയ ഉപകാരമാണ്. പല ആളുകളും ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ദാഹജലം അകറ്റാൻ ആവശ്യമായ ശുദ്ധജലം ഇവരിവിടെ നൽകുന്നത്. ചൂടുവെള്ളം തന്നെ അല്ലേ? ചൂടുവെള്ളം തന്നെ ഫുൾ ചൂടുവെള്ളമാണ്? പച്ചവെള്ളത്തിൽ ചൂടുവെള്ളം കലർത്തിയിട്ടാണോ? അല്ല, അറിയാലോ നമ്മളെ ഇപ്പോഴത്തെ അസുഖത്തെ കുറിച്ചൊക്കെ ധാരണയുണ്ടല്ലോ. അതുകൊണ്ട് ഇത് ചൂടുവെള്ളമാണ് അല്ലെ? ആളുകൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അല്ലെ? എത്ര ആൾക്കാർ എപ്പം മുതലായി തുടങ്ങിയത്? തുടങ്ങി. ഇന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് അല്ലെ? നിങ്ങളൊക്കെ സൈനികന്മാരുടെ ഭാര്യമാരാണ് അല്ലെ? നമ്മളെ പയ്യന്നൂരും ചുറ്റുപാടുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ അല്ലെ? ഇതെന്തായിരുന്നു വെള്ളം കൊടുക്കുമ്പോൾ ആളുകളുടെ ഒരു പൊതു സമീപനം എന്തായിരുന്നു? അല്ലെ, നല്ല ചൂടുവെള്ളം അല്ലെ? ആയിക്കോട്ടെ. ഇതിന്റെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്? ഞങ്ങള് പയ്യന്നൂര് ഏകദേശം ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലെ സൈനിക കൂട്ടായ്മയാണത്. സർവീസ് സോൾജിയറാണ് കൂടുതലും. എക്സ് കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിൽ എക്സർവീസിനായിട്ടും കൂടുതൽ സർവീങ് ആൾക്കാരാണ്. ഞങ്ങളിപ്പോ ഞങ്ങളിത് ചാരിറ്റികളായിട്ട് ഇങ്ങനെ പയ്യന്നൂർ ഏരിയയിൽ ഇങ്ങനെ ചാരിറ്റി ഒക്കെ കൊണ്ടുപോവാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ കുടിവെള്ളത്തിന്റെ ഈ കലോത്സവത്തിലെ കുടിവെള്ളത്തെ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് വന്നതാണ്. ഞങ്ങൾ ഓൺ പേയ്മെന്റിൽ തന്നെ ബോട്ടിൽ നഗരസഭയിൽ നിന്ന് വാങ്ങിച്ച ശേഷം ഓരോ ബോട്ടിൽ 40 രൂപ, 50 രൂപ, ആദ്യം 50 രൂപ പറഞ്ഞു. ഇപ്പൊ 40 രൂപക്കാണ് നമുക്ക് നൽകുന്നത് 20 ലിറ്ററൊക്കെ. അത് ഞങ്ങൾ ഓൺ പേയ്മെന്റിൽ വാങ്ങിച്ചിട്ട് ഇവിടെ ചൂടാക്കിയിട്ട് രാമച്ചം 13 ഇതാക്കിയിട്ട് ചൂടാക്കിയിട്ട് തിളപ്പിച്ചാറ്റിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഈ വെള്ളം കൊടുക്കുന്നത്. ചൂടുവെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഞങ്ങൾ കൊടുക്കുന്നില്ല. കാരണം പ്ലാസ്റ്റിക് ബോട്ടിൽ ചൂടുവെള്ളം ഒരുപാട് ആൾക്കാർ പ്ലാസ്റ്റിക് ബോട്ടിലായി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കൊടുക്കുന്നില്ല. ആ ചൂടുവെള്ളത്തിന്റെ പ്രശ്നം അതുമാതിരി തന്നെ കൂടുതൽ മഞ്ഞപ്പിത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് അത്ര കെയർ ചെയ്തിട്ട് കൊടുക്കാൻ ചെയ്യുന്നത്. അതാണ് ഇത്. നിങ്ങളെ ക്ലബ്ബൊക്കെ തുടങ്ങിയിട്ട് എത്ര കാലമായി? ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസം കഴിഞ്ഞു. കഴിഞ്ഞ ഓണത്തിനാണ് ഞങ്ങൾ ഇനാഗുറേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇതിന്റെ കേന്ദ്രം എവിടെയാ? കേന്ദ്രം നമ്മുടെ PSC ജംഗ്ഷനിൽ അവിടെ ഞങ്ങൾ ഓഫീസുണ്ട്. PSC ജംഗ്ഷനിൽ LIC ജംഗ്ഷനിൽ PSCയുടെ ഓഫീസുണ്ട് അവിടെ. ഓക്കെ, അവിടെയാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ? ആയിക്കോട്ടെ. ഇത് കുറെ എത്ര ആളുണ്ട് നിങ്ങൾ? ഏകദേശം 110 പേരോളം ഉണ്ട്. ഇപ്പൊ നിലവിൽ സർവീസിലുള്ളവരാണ് കൂടുതൽ. ഏകദേശം 100ഓളം പേര് സർവീസിലുള്ളവരാണ്. ഏകദേശം 10 പേര് മാത്രമേ എക്സൈറ്റിലുള്ളൂ. ആയിക്കോട്ടെ. ഇതൊരു മികച്ചൊരു മാതൃക എന്നുള്ള രീതി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പച്ചവെളിച്ചം ഒരു വാർത്ത നൽകിയിരുന്നു. പ്രധാനമായിട്ട് നമ്മുടെ പയ്യന്നൂരും പ്രദേശങ്ങളിലും വലിയ രീതിയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡോക്ടർ എം ഹരിദാസിന്റെ അഭിപ്രായം തേടിയിരുന്നു. ആ വീഡിയോയും പച്ചവെളിച്ചം നൽകിയിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രതയോടുകൂടി കാണേണ്ടത് നമ്മുടെ ഇത്തരം കേന്ദ്രങ്ങളിൽ വരുന്ന ഒരുപാട് ആളുകൾക്ക് ദാഹം അകറ്റാനുള്ള വെള്ളം കൊടുക്കുന്നു. അത് വളരെ ചൂടുള്ള വെള്ളം കൊടുക്കുന്നു. പച്ചവെള്ളം മിക്സ് ചെയ്യാതെ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുന്നു എന്നുള്ള ഒരു വലിയൊരു മാതൃക തീർത്ത ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പയ്യന്നൂർ സോൾജേഴ്സ് ക്ലബിനുള്ള അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇത്തരം നല്ല മാതൃകകളാണ് സന്നദ്ധ പ്രവർത്തനം. സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് നടക്കുന്ന കുറെ കള്ളനാണയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണ്, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം കൊടുക്കാനുള്ള ഒരു വലിയ മുൻകൈയെടുത്ത ഈ ക്ലബിന്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ സഹോദരിമാരെ, അതിന് ഇന്ന് സ്നേഹത്തോടെ കുടിവെള്ളം നൽകുന്ന ഇതിന് നമ്മുടെ ഈ സഹോദരിമാരെ എല്ലാവരെയും ആ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാവുന്നു. പച്ചവെളിച്ചത്തിനു വേണ്ടി രാജീവൻ പച്ച.